പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റമുണ്ടാകും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച് ചർച്ചകളൊന്നും അങ്ങനെ കാര്യമായി നടക്കുന്നില്ലെങ്കിലും KPCC പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് ശ്രീമാൻ കെ സുധാകരൻ മാറും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് KPCC പ്രസിഡന്റിനെ ആയിട്ടുള്ള കെ സുധാകരനെ അദ്ദേഹത്തിന് അതൃപ്തിയൊന്നുമില്ലാതെ അദ്ദേഹത്തിനെ മാറ്റി പുതിയൊരാളെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. കെ സുധാകരനെ വെച്ചുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കെ സുധാകരൻ്റെ അനാരോഗ്യം ഒക്കെ സംബന്ധിച്ചൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കെ സുധാകരൻ അതൃപ്തനാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്, അതിലും കഴമ്പുണ്ട്. ഇതൊക്കെയാണെങ്കിലും KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് കെ സുധാകരൻ മാറും എന്നുള്ളത് ഏതാണ്ട് പരിപൂർണമായി തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, 3.5 വർഷക്കാലത്തിന് മുമ്പാണ് KPCC പ്രസിഡന്റും ആയിട്ട് കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി VD സതീശനും വന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പുനഃസംഘടന ഇതുവരെ അവസാനിച്ചിട്ടില്ല. കോൺഗ്രസിനുള്ള നിലയിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. കേരളത്തിലെ പകുതിയിലധികം ബൂത്തുകളിലും പ്രവർത്തനമില്ല, നിർജീവമായി കിടക്കുകയാണ്. ഏറ്റവും അഴുകിപ്പുഴുത്ത് ചീഞ്ഞു നാറിയിട്ടുള്ളൊരു ഭരണമാണ് ഇരിക്കുന്നതെങ്കിലും ആ ഭരണത്തിനെതിരെ സുസംഘടിതമായി ഒരു പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനുള്ളിൽ ഈ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ KPCCക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കെ സുധാകരൻ്റെ അനാരോഗ്യമൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്, അതൊക്കെ വസ്തുതകളാണ്. ഇനി കെ സുധാകരൻ ഈ പറഞ്ഞതുപോലെ ചില ന്യായങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ ന്യായങ്ങളൊന്നും നിലനിൽക്കുന്നതേ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. തൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് 19 സീറ്റ് കിട്ടിയത് എന്നൊക്കെ സുധാകരൻ പറയുമ്പോൾ അത് തീർത്തും അസംബന്ധമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കടുത്ത ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് അത്രയും സീറ്റ് കിട്ടിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുധാകരന് ഉള്ളിലറിയാം, പുറത്ത് പറഞ്ഞില്ല. കണ്ണൂരിൽ തനിക്ക് 1,00,000-അടുത്ത് ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ തന്നെ സുധാകരൻ്റെ മേന്മയും KPCCയുടെ സംഘടനാ ശേഷിയൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്രീമാൻ കെ സുധാകരൻ മാറും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം ആയിരിക്കുന്നു. ഇനി കെ സുധാകരന് അതൃപ്തിയൊന്നുമില്ലാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇനി നടക്കേണ്ടതുള്ളൂ. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ആരായിരിക്കണം പുതിയ KPCC പ്രസിഡന്റ് എന്നത് സംബന്ധിച്ച് ഒരു വിശകലനം നടത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ സംഘടനാപരമായി കെട്ടിപ്പടുക്കാനും ഒരുമിപ്പിച്ച് നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഏത് നേതാവായിരിക്കണം KPCC പ്രസിഡൻ്റായി വരേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് ഒന്ന് തുറന്ന് ചിന്തിക്കാൻ ഇനി ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ പല പേരുകളും കേൾക്കുന്നുണ്ട്. അതിൽ ബെന്നി ബെഹനാൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ആൻ്റണിയുടെ പേര് കേൾക്കുന്നുണ്ട്, സണ്ണി ജോസഫിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, റോജി M. ജോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ഷാഫി പറമ്പിലിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, അടൂർ പ്രകാശിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, കൊടികുന്നിൽ സുരേഷിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1/2 ഡസനോളം പേരുകളെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്. ആ പേരുകൾ പ്രധാനമായിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കൂ. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പേര് KPCC പ്രസിഡൻ്റായി കേൾക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ 3 തവണ പാലക്കാട് നിന്ന് MLA ആയി, ഇപ്പോൾ വടകരയിൽ നിന്ന് MP-യുമായി, ചെറുപ്പക്കാരനാണ്. പക്ഷേ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ KPCCയുടെ പ്രസിഡൻ്റാകാൻ കഴിയുക? ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാകാനുള്ള എന്ത് യോഗ്യതയാണ് ഷാഫി പറമ്പിലിനുള്ളത്? അദ്ദേഹം ജനകീയനായിട്ടുള്ളൊരു ജനപ്രതിനിധിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെ ഒരു സമര സംഘടനയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേയില്ല. അദ്ദേഹം ജനകീയനായിട്ടുള്ള നിൽക്കുന്നിടത്തെല്ലാം ജയിക്കുന്ന ഒരു MLA-യും ഇപ്പോൾ MP-യുമാണ് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് KPCC പ്രസിഡൻ്റായി
പ്രവർത്തിക്കാനുള്ള യോഗ്യത ഷാഫി പറമ്പിലിനുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? ഇനി കൊടികുന്നിൽ സുരേഷിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? താനൊരു പിന്നോക്കക്കാരനാണെന്നുള്ളത് കൊണ്ട് പിന്നോക്കക്കാരുടെ ഒരു റിസർവേഷനിൽ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അയാൾക്ക് മുഖ്യമന്ത്രിയാകുന്ന താല്പര്യം പോലും ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ്. KPC പ്രസിഡൻ്റായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളതും അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം 8 തവണ MP ആയിട്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അത് MP എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്താണെന്നുള്ളതും നമുക്കറിയില്ല. ഭാഗ്യം കൊണ്ട് അദ്ദേഹം സ്ഥിരമായി ജയിച്ചു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് KPCC എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ ചലിപ്പിക്കാനുള്ള ആർജവവും ഇച്ഛാശക്തിയും ഒന്നുമുള്ള ആളല്ല കൊടികുന്നിൽ സുരേഷ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അയാൾ പിന്നോക്കക്കാരനാണെന്നുള്ളത് വെച്ചിട്ട് അയാൾക്ക് സ്ഥാനങ്ങൾ ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരാക്രാന്തം കാണിക്കുന്ന ആളാണ് അയാൾ. പിന്നെ അടൂർ പ്രകാശിൻ്റെ കാര്യം പറയുന്നത്, അടൂർ പ്രകാശും പറയുന്നത് എന്താണ്? ഈഴവനായതുകൊണ്ട് KPC പ്രസിഡന്റ് ആവണം. സുഹൃത്തുക്കളെ, ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ റിസർവേഷനിൽ ഒരു സ്ഥാനത്തേക്ക് കയറി വന്നു എന്നുള്ളത് കൊണ്ട് പിണറായി സർക്കാരിനെതിരെ ഒരു സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടൂർ പ്രകാശിനൊക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് പോലും ഇത് വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദീർഘനാൾ MLA ആയിരുന്നു, മന്ത്രിയായി, ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം MP-യുമായി. അതാണ് അയാളുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സംഘടനയെ ചലിപ്പിച്ച് എന്ത് പാരമ്പര്യമാണ് അയാൾക്കുള്ളത്? ഒന്നുമില്ല. ഈഴവനായതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു റിസർവേഷനിൽ KPC പ്രസിഡന്റ് ആവാം. അതൊന്നും പിണറായി സർക്കാരിനെതിരായി നിലനിൽക്കില്ല എന്നുള്ളത് എനിക്കൊന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് ആൻ്റോ ആൻ്റണിയാണ്. ആൻ്റോ ആൻ്റണി KPC പ്രസിഡന്റ് ആകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? താനൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതുകൊണ്ടാണ്. 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി. അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എങ്കിൽ പോലും മതമേലധ്യക്ഷന്മാരുടെ ഇടയിൽ നിന്നും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഇടയിൽ നിന്നും ഈ പറഞ്ഞ പോലെ വലിയ ബഹുമാനമൊന്നും ഉള്ള ആളാണ് അദ്ദേഹം എന്നൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് പാർട്ടി അണികളുമായിട്ട് ആഴത്തുള്ള ബന്ധമുണ്ട് എന്നുള്ളതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ഒരു റിസർവേഷൻ്റെ ഭാഗമായി KPC പ്രസിഡന്റ് ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന ആളാണ്, ആഗ്രഹിക്കുന്ന ആളാണ്. സണ്ണി ജോസഫിൻ്റെ കാര്യം അത് തന്നെയാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരു MLA ആയിട്ട് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അയാൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി. റോജി ജോൺ പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. അയാൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്കെന്തൊക്കെ KC വേണുഗോപാലിൻ്റെ എന്തോ ആശീർവാദമുണ്ട് എന്നാണ് പറയുന്നത്. അയാളൊക്കെ KPC പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ ഈ പേരുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനൊക്കെ തന്നെ ഒട്ടേറെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സിന് അതിനുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പകുതി കൂടുതലും ബൂത്തിൽ പോലും ആളില്ലാത്ത നിർജീവമായിട്ടുള്ള അവസ്ഥയാണ്. ഏറ്റവും ഈ പറഞ്ഞ പോലെ നിർജീവമായി കിടക്കുന്ന ഒരു സംഘടനയാണ്. പിണറായി വിജയനെതിരെ പോരാടാനുള്ള ഇച്ഛാശക്തിയുള്ള സംഘടനയായിട്ട് ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ ഒരു സമര സംഘടനയായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3-3.5 വർഷക്കാലമായി ഒരു നല്ല സമരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിലുള്ള ജനരോഷമുണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് ധ്രുവീകരിപ്പിക്കാൻ ഇതുവരെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. കെ സുധാകരൻ അമ്പെ പരാജയമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ KPC പ്രസിഡന്റ് എന്നും പറഞ്ഞ് ചർച്ച ചെയ്യപ്പെടുന്ന ഈ പറഞ്ഞ പോലെ കൊടികുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, റോജി എം ജോൺ, ഈ പറഞ്ഞ പോലെ സണ്ണി ജോസഫ്, ആൻ്റോ ആൻ്റണി, ഇവരൊന്നും തന്നെ ഈ KPCCയെ ഊർജിതമായി പ്രവർത്തിക്കുന്ന ഒരു സമര സംഘടനയാക്കി അടിത്തട്ടിൽ ആൾബലമുള്ള ഒരു സംഘടനാ സംവിധാനമാക്കി ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ കഴിവുള്ള നേതാക്കന്മാരാണെന്ന് ആരും പറയില്ല. സുഹൃത്തുക്കളെ, അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു അഭിപ്രായം സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത 1.5 വർഷക്കാലം കൊണ്ട് ഈ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന, ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, വളരെ ആർജവമുള്ളൊരു സമരസംഘടനയായി മാറ്റാൻ കഴിയുന്ന ഒരു നേതാവായി എനിക്ക് എൻ്റെ മുമ്പിൽ കാണാൻ കഴിയുന്നത് ശ്രീമാൻ ബെന്നി ബെഹനാനെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ ബെന്നി ബെഹനാനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബല ഗ്രൂപ്പായിട്ടുള്ള A ഗ്രൂപ്പ് ഇതിനെ താഴെത്തട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ബെന്നി ബെഹനാൻ. പതിറ്റാണ്ടുകളായി
ഉമ്മൻചാണ്ടിയുടെ ഒരു നിഴലായി നിന്നുകൊണ്ട് ഈ എ ഗ്രൂപ്പിനെ താഴെത്തട്ടിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് ബെന്നി ബെഹനാൻ വഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ്സിലെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു സംവിധാനം എ ഗ്രൂപ്പാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബെന്നി ബെഹനാന് ഈ സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം മികച്ചൊരു സംഘാടകനാണ്. അദ്ദേഹം എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ പുറകിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ നിഴലായി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംഘടനയിൽ വലിയ ശക്തിയുള്ള ഒരാളാക്കി മാറ്റുന്നതിൽ ബെന്നി ബെഹനാൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. പക്ഷേ ബെന്നി ബെഹനാൻ ഒരിക്കലും തൻ്റെ പേര് പുറത്ത് കാണിച്ച് വന്നിട്ടുള്ളൊരു നേതാവല്ല. പക്ഷേ അടിത്തട്ടിൽ മുതൽ തന്നെയുള്ള കോൺഗ്രസ്സിലെ അണികളുമായി ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു നേതാവാണ് ബെന്നി ബെഹനാൻ. ആഴത്തിലുള്ള ബന്ധമുള്ള മികച്ച ഒരു സംഘാടകനാണ്, മിതഭാഷിയാണ് എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ മതമേലധ്യക്ഷന്മാരുമൊക്കെയായി ആഴത്തിലുള്ള ബന്ധമുള്ള ആളാണ് ബെന്നി ബെഹനാൻ. എല്ലാ മതമേലധ്യക്ഷന്മാരുമായി അദ്ദേഹത്തിനോട് ഈ യാക്കോബായ മാർത്തോമാ തർക്കത്തിൽ അദ്ദേഹത്തിനോട് അഭിപ്രായവ്യത്യാസമുള്ള മതമേലധ്യക്ഷന്മാരൊക്കെ യാക്കോബായ സഭയിലുണ്ടെങ്കിൽ പോലും ഒരു കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ ബെന്നി ബെഹനാനോട് എല്ലാ മതമേലധ്യക്ഷന്മാർക്കും ബഹുമാനമാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുമായി ആഴത്തിൽ ബന്ധമുള്ള മിതഭാഷയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അണികളുമായി ആഴത്തിലുള്ള ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള നേതാവാണ് ബെന്നി ബെഹനാൻ. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ KPC പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് കയറിയിറങ്ങി നേതാക്കന്മാരുടെ അടുത്ത് പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല അച്ചടക്കമുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് ബെന്നി ബെഹനാനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഒരു തവണ പോലും MP ആയിട്ടില്ല എന്നോർത്തോണം. അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിട്ടുള്ള ഈ ഗ്രൂപ്പിൽ പലരും മന്ത്രിമാരായിട്ടുണ്ട്. MP അല്ല, മന്ത്രിമാരായിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ മന്ത്രിയായിട്ടില്ല. അദ്ദേഹം 2 തവണയാണ് MLA ആയത്. ഒരു തവണ പിറവത്തു നിന്നും ഒരു തവണ തൃക്കാക്കരയിൽ നിന്നും. 2 തവണയാണ് തൃക്കാക്കരയിൽ. അവസാനം തൃക്കാക്കരയിൽ നിന്ന് അദ്ദേഹത്തിന് സീറ്റ് മാറിക്കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ 2024 നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് ജയിച്ചു. വളരെ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അടുത്ത 1.5 വർഷത്തിനിടയിൽ കോൺഗ്രസിനെ സമരസജ്ജമാക്കിയ ഒരു സംഘടനയാക്കി മാറ്റാനും കോൺഗ്രസിൻ്റെ അടിത്തട്ട് മുതൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാനും കോൺഗ്രസിനെ ബൂത്തുകളിൽ ഉൾപ്പെടെ സജീവമാക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരു നേതാവ് ബെന്നി ബെഹനാനാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഇടയിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അദ്ദേഹം മികച്ച ഒരു സംഘാടകനാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അടുത്ത KPCC പ്രസിഡൻ്റായി വരാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരു നേതാവാണ് ബെന്നി ബെഹനാൻ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.